സമാനതകളില്ലാത്ത ദുരന്തമാണ് ഉണ്ടായത്. എന്താണ് അതിന്റെ കാരണം എന്നറിയാൻ സമഗ്രമായ അന്വേഷണം വിവിധ തലങ്ങളിലായി നടക്കുന്നുണ്ട്. വ്യോമയാന മന്ത്രാലയത്തിന്റെ അന്വേഷണമാണ് പ്രധാനം. അതുപോലെ വിമാന കമ്പനിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. അതിൽ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ നിർണായകമാണ്. ഇപ്പോൾ DVR അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ച് ലഭ്യമാകാൻ ഒരുപക്ഷെ ദിവസങ്ങളെടുക്കും എന്ന് ഈ ഘട്ടത്തിൽ കരുതുന്നുണ്ട്. ബോയിങ് വിമാന കമ്പനിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വ്യോമയാന മന്ത്രാലയം ശേഖരിക്കുന്നുണ്ട്. അജീഷ് ജയകുമാർ തുടരുന്നുണ്ട്. അജീഷ്, ഇനി നേരത്തെ ഞാൻ ചോദിച്ചത് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത കൂടി സമാന്തരമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. അതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു വിദഗ്ധ സമിതിയുടെ രൂപീകരണം, അതുപോലെ ഈ ബോയിങ് 787 വിമാനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ആലോചന ഉണ്ടാകുന്ന തരത്തിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ, ഇതിലൊക്കെ വിശദാംശങ്ങൾ എങ്ങനെയാണ് അജീഷ് ജയകുമാർ? റീജിത്ത്, ഇങ്ങനെ ഈ ഏതെങ്കിലും ഒരു വിമാനം അത് അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ സാധാരണ അതിലൊരു റിവ്യൂ നടത്തുന്നത് വരെ അത് വിമാനം ഗ്രൗണ്ട് ചെയ്യുന്ന ഒരു പതിവുണ്ട്. സാധാരണ മുമ്പ് ഈ ബോയിങ്ങിന്റെ തന്നെ 737 മാക്സ് അത് മലേഷ്യൻ എയർലൈൻസ് ഒക്കെ തകർന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായ സമയത്ത് ഈ ബോയിങ് 737 മാക്സും ഈ വിമാനവും ഇതിൽ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളെല്ലാം അടിയന്തരമായി ഗ്രൗണ്ട് ചെയ്ത് അതിന്റെ സുരക്ഷാ പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. അത് അന്ന് വലിയ ചർച്ചയായതായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. സമാനമായിട്ടാണ് ഈ 787 ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളും അത് ഗ്രൗണ്ട് ചെയ്ത് നിലവിൽ പറക്കുന്ന വിമാന കമ്പനികൾ ഉപയോഗിക്കുന്ന ഈ ശ്രേണിയിൽപ്പെട്ട ഈ ബോയിങ് 787 ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്ത് അതിന്റെ സുരക്ഷാ പരിശോധനകൾ അടക്കം നടത്തിയ ശേഷം അതിൽ മറ്റ് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഒന്നും ഇല്ല എന്ന് കണ്ടെത്തിയ ശേഷം അത് വീണ്ടും വിമാന കമ്പനികൾ ഉപയോഗിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിട്ടുണ്ട്. മുമ്പും സമാനമായിട്ട് ഇന്ത്യയിൽ ചില ഹെലികോപ്റ്ററിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു മാനുഫാക്ചറിംഗ് പ്രശ്നം കണ്ടപ്പോൾ അവർ അത്തരത്തിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം അതിൽ പരിശോധന ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വിമാന കമ്പനികൾക്ക് അത് പുനരുപയോഗിക്കുകയും ചെയ്യാം. എന്തായാലും ഇത് താൽക്കാലികമായിട്ടുള്ളൊരു നടപടിയാണ്. കേന്ദ്ര സർക്കാർ പക്ഷേ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ ഒരു അറിയിപ്പൊന്നും ഇറക്കിയിട്ടില്ല. അങ്ങനെ ഒരു ആലോചന നടക്കുന്നതായിട്ട് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിൽ വരുന്ന DGC ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിലെ സുരക്ഷാ വിലയിരുത്തലടക്കം നടത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ബോയിങ്ങിന്റെ ഈ കമ്പനി വിദഗ്ധരോട്, അവരുടെ എഞ്ചിനീയേഴ്സിനോട് DGCയിലെയും അതേപോലെ തന്നെ എയർക്രാഫ്റ്റ് ഏവിയേഷൻ ആക്സിഡന്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വിഭാഗം വിദഗ്ധരും അതിന്റെ ഈ അതിന്റെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ അവർ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ തയ്യാറായില്ല എന്നാണ് അന്തർദേശീയ ഏജൻസികൾ റോയിറ്റേഴ്സ് പോലുള്ള ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ എന്തായാലും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. ഇന്ത്യയിലെത്തിയ ശേഷം ഇവിടുത്തെ അന്വേഷണ സംഘവുമായി സഹകരിച്ച് ഇതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.